ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1 മുതൽ 7 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളുടെ വിവരങ്ങൾ സഹിതം പോർട്ടലിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സഹിതം പോർട്ടലിലേക്ക് ക്ലാസ് അധ്യാപകർക്ക് ലോഗിൻ ചെയ്യുക, കുട്ടികളുടെ വിലയിരുത്തൽ നടത്തുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനായി നമുക്കൊന്ന് സഹിതം പോർട്ടലിലേക്കൊന്ന് പ്രവേശിക്കാം. അതിന് സഹിതം എന്ന് സെർച്ച് ചെയ്യുന്നു. ആദ്യം വരുന്ന ഈ ഒരു ലിങ്കിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കിവിടെ ലോഗിൻ ചെയ്യാനായിട്ട് യൂസർ നെയിമും പാസ്വേഡും ആവശ്യമായിട്ട് വരുന്നു. യൂസർ നെയിം എന്നത് ക്ലാസ് അധ്യാപകരുടെ പെൻ നമ്പർ തന്നെയാണ് യൂസർ നെയിമായി വരിക. പാസ്വേഡ് അറിയില്ല എങ്കിൽ നമുക്ക് താഴെ ഫോർഗേട്ട് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഈ ഫോർഗേട്ട് പാസ്വേഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പാസ്വേഡ് റിട്രൈവ് ചെയ്യാം. ഇവിടെ യൂസർ നെയിം നൽകി പ്രൊസീഡ് ചെയ്യുന്നതോടുകൂടി ഫോൺ നമ്പറിലേക്ക് OTP ലഭിക്കുന്നതാണ്. ഫോൺ നമ്പർ നൽകി കഴിയുമ്പോൾ OTP ഹാസ് സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ ആൻഡ് ഫോൺ. മെയിലിൽ അങ്ങനെ OTP വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടില്ല, പക്ഷേ ഫോണിൽ കൃത്യമായിട്ട് OTP വരുന്നുണ്ട്. ആ OTP എൻ്റർ ചെയ്തുകൊണ്ട് നമുക്ക് വെരിഫൈ OTP എന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കാം. ഇനി OTP വന്നില്ല എങ്കിൽ പ്രധാന അധ്യാപകരെ സമീപിച്ചുകൊണ്ട് തങ്ങളുടെ ഫോൺ നമ്പറിൽ OTP വരുന്നില്ല എന്നുള്ളത് അറിയിക്കുക. പ്രഥമ അധ്യാപകരുടെ ലോഗിനിൽ ഫോൺ നമ്പർ കൃത്യമായി നൽകുന്നതിന് അത് ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ഫോർഗോട്ട് പാസ്വേഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ OTP ലഭിച്ചുകൊണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. ഇനി HM ലോഗിനിൽ തന്നെ യൂസർ നെയിമും പാസ്വേഡും, യൂസർ നെയിം ഓൾറെഡി നമ്മൾ പെൻ നമ്പർ എന്ന് പറഞ്ഞു, പാസ്വേഡ് അവിടെയും തന്നെ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇങ്ങനെയും ഈ പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. നമുക്ക് ലഭിച്ച OTP ഇതിലേക്കൊന്ന് എൻ്റർ ചെയ്യാം. ലഭിച്ച OTP എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം വെരിഫൈ OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരുന്നു. അങ്ങനെ ഇത്തരത്തിൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ട് ആ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം. ഇനി ഇതിൻ്റെ താഴ്വശത്ത് മറ്റ് ചില ഓപ്ഷൻസും കൂടെ അവൈലബിൾ ആണ്. സൈനപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്. ഈ സൈനപ്പ് ഓപ്ഷൻസിലൂടെ ഇതുവരെ ഈ സഹിതം പോർട്ടലിൽ യൂസർ ID ക്രിയേറ്റ് ചെയ്യാത്ത അധ്യാപകരുണ്ടെങ്കിൽ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൈനപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ പെർമനൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് മാത്രമല്ല ഗസ്റ്റ് ടീച്ചേഴ്സിനും ഇവിടെ നമുക്ക് സഹിതം പോർട്ടലിലൂടെ ലോഗിൻ ചെയ്യാം. ഗസ്റ്റായി വരുന്ന അധ്യാപകർക്കും ഇത്തരത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പെർമനൻ്റ് ആണെങ്കിൽ പെൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഗസ്റ്റ് ആയിട്ടുള്ള ഒരു അധ്യാപികയാണെങ്കിൽ ഗസ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആവശ്യമായ വിവരങ്ങൾ നൽകി സബ്മിറ്റ് ചെയ്താൽ അവർക്കും ഇത്തരത്തിൽ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് ഫോർഗോട്ട് പാസ്വേഡിലൂടെയോ അല്ലെങ്കിൽ HM ലോഗിനിൽ വഴി പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് ഈ പാസ്വേഡ് സംഘടിപ്പിച്ചുകൊണ്ട് ഇതിലേക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുന്ന സമയത്ത് സമ്പൂർണ്ണ ലോഗിൻ എന്നുള്ളത് HM ലോഗിൻ സമയത്ത് മാത്രമാണ് സമ്പൂർണ്ണ ലോഗിനിൽ ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ലാത്ത സമയത്ത് ഇത് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. നമ്മൾ ആ ഒരു ക്ലാസ് അധ്യാപകൻ്റെ ആ ഒരു പേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ ഇടതുവശത്ത് കുട്ടികളുടെ പേരുകൾ കാണാം. ഇനി ഇതിൽ ആവശ്യത്തിന് കുട്ടികൾ വന്നില്ല എങ്കിൽ അത് HM ലോഗിനിൽ ബന്ധപ്പെട്ടുകൊണ്ട് മെൻറ്റർ മെൻറ്റി മാപ്പിംഗ് വഴി കുട്ടികളെ മാപ്പ് ചെയ്ത് തരാനായിട്ട് ആവശ്യപ്പെടുക. കുട്ടികളുടെ പേര് ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മുകളിൽ ക്ലാസ് കാണാം. ഏത് ക്ലാസ്സാണ് നമ്മൾ പഠിപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു ക്ലാസ്സും മീഡിയം എല്ലാം തന്നെ ഇവിടെ കാണാം. ഇവിടെ കുട്ടിയുടെ പേരുകൾ കാണാം. കുട്ടിയുടെ പേരിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വിവിധ വിഷയങ്ങൾ കാണാം. ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ശേഷികളെ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ ചെയ്യേണ്ടത്. നമുക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചേർക്കുന്നതിന് ഇംഗ്ലീഷിൻ്റെ A+ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ലാംഗ്വേജ് റിസപ്ഷനുമായി ബന്ധപ്പെട്ട് 3 ലെവലുകളാണ് ഉള്ളത്. ഇതിൽ റീഡ്, കോംപ്രഹെൻസീവ് ആൻഡ് അനാലിസിസ് ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിച്ച നിലയിൽ കുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ റീഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കുട്ടി എത്തിയിരിക്കുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി ബേസിക് ലെവൽ മാത്രമാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ഓരോന്നും അടുത്ത ഘട്ടത്തിൽ റീഡ്സ് ആൻഡ് കോംപ്രഹെൻസീവ് പോയമായി ബന്ധപ്പെട്ടാണെങ്കിൽ പ്രതീക്ഷിച്ച നിലയാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. മധ്യനിലയിലാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ കുട്ടിയുടെ ഏത് ലെവലാണോ എന്നുള്ളതനുസരിച്ച് ഓരോ ഭാഗത്തെയും ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നെ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ലാംഗ്വേജ് ജനറേഷനാണെങ്കിൽ ഈ 3 ലെവലുകളിൽ ഏതാണെന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. അതുപോലെ പാരഗ്രാഫ് റൈറ്റിംഗിൽ ഏത് ലെവലാണെന്ന് ക്ലിക്ക് ചെയ്യണം. അത്തരത്തിൽ ഓരോ വിഭാഗങ്ങളിലും ഏത് ലെവലിൽ കുട്ടി എത്തി നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് ഇതിൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ചെയ്യുക. കൂടാതെ ഏതെങ്കിലും റിവ്യൂ കമൻറ്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിവ്യൂ കമൻറ്റ്സ് ആഡ് ചെയ്യാം. അതിനുശേഷം സേവ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു വിഷയത്തിൻ്റേത് അവസാനിക്കുകയാണ്. അതിനുശേഷം
അടുത്തൊരു വിഷയത്തിലേക്ക് പോകുന്നതിന് മുകൾ വശത്ത് തന്നെ കാണാം മാത്സുമായി ബന്ധപ്പെട്ടതുണ്ട്. അതിലെയും ഓരോന്നും വായിച്ചു നോക്കിയതിന് ശേഷം ഏത് ലെവലിലാണെന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ എല്ലാ വിഷയങ്ങളും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഓരോന്നും ചെയ്തതിന് ശേഷം അവസാനം കാണുന്ന ഈ സേവ് ബട്ടൺ കൃത്യമായി ക്ലിക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി ഇത് വീണ്ടും എന്തെങ്കിലും റീസെറ്റ് ചെയ്യണമെങ്കിൽ താഴെ റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇത്തരത്തിൽ ഓരോ കുട്ടികളുടെയും വിവരങ്ങൾ ഓരോന്നും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയുടെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത കുട്ടിയുടെ വിവരങ്ങളിലേക്ക് പോവാം. ഇങ്ങനെ എല്ലാ കുട്ടികളുടെയും ഓരോ വിഭാഗങ്ങളിലുമുള്ള ലെവലുകൾ രേഖപ്പെടുത്തി സേവ് ചെയ്യുന്നതോടുകൂടിയാണ് ഈ ഒരു മെൻറ്റർ സഹിതം പോർട്ടലിലെ മെൻറ്ററിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു പ്രോസസ്സ് അവസാനിക്കുന്നത്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.